എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഈ രസം തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് 1 ടീസ്പൂണ് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഉലുവ കുറഞ്ഞ അളവിൽ ഇട്ടെടുത്താൽ മതി. ഉലുവ കൂടി പോവരുത്. ഉലുവ കൂടി പോയാൽ നമ്മുടെ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 2 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇതേ ജാറിലേക്ക് തന്നെ ഒരു 7 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ വലുപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുരുമുളകൊക്കെ ഇട്ടെടുത്തുകൊണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി. ഞാനിവിടെ 2 പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ രീതിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് പുളി വെള്ളത്തിലിട്ട് വെക്കാം. ഇനി രസം റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് മാത്രം ഇളക്കിയെടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ തക്കാളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കരുത്. നല്ലോണം നീണ്ടു പോയാൽ രസത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ രസത്തിൻ്റെ ഒരു രീതി, ആ രീതിക്കനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്